ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്റിൽ ബീറ്റ്സ്. നമ്മളിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചില്ലിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഹൈദരാബാദ് ദം ടീയുടെ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവരെല്ലാവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കി വെക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 1/2 kg ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഫ്രീസറിലൊന്നും വെക്കണമെന്നില്ല കേട്ടോ. ഞാനിവിടെ 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 സ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആൻഡ് ഓൾ പർപ്പസ് ഫ്ലോർ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മുട്ടയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമുക്കൊരു മുഴുവൻ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഡിഷിന്റെ പേര് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്, ഞാനിവിടെ 4 ഗ്രീൻ ചില്ലി എടുത്തിട്ട് ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം. 3 റെഡ് ചില്ലി കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 3 കളേഴ്സിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതിന്റെ 3ന്റെ ഹാഫാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിന്റെ അരിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ അത്യാവശ്യം വലിയ കഷ്ണമായിട്ടാണ് കേട്ടോ ചോപ്പ് ചെയ്തത്. ഇഷ്ടമുള്ള സൈസിൽ ചോപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് 3 കളേഴ്സും ചൂസ് ചെയ്യണമെന്നൊന്നുമില്ല, അവൈലബിൾ ആയിട്ടുള്ളത് ചെയ്യാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് 3 കളേഴ്സും ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതും കൂടി ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ഉള്ളി ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് അതേ സൈസിൽ തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ട് ഇതിന്റെ പെറ്റൽസ് ഇതുപോലെ വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കാം. മാക്സിമം ഒരു 2 to 3 മിനിറ്റ്സ് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. കാരണം ചിക്കൻ ബ്രസ്റ്റ് പീസസ് പെട്ടെന്ന് കുക്കായി കിട്ടും. മാത്രമല്ല നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ടല്ലോ. ചിക്കൻ ബ്രസ്റ്റ് പീസസ് ഓവർ കുക്ക് ആയാൽ അതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ട് റബ്ബർ പോലെയാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സ്ട്രെയിനറിലേക്കോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട പ്ലേറ്റിലേക്കോ കോരി മാറ്റാം. അപ്പോൾ എക്സസ് ഓയിൽ അങ്ങ് പോയി കിട്ടും. ഇനി നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു 2 സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിന് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ആഡ് ചെയ്ത് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. റെഡ് ചില്ലി കൂടി ആഡ് ചെയ്യാം. ഇനി ചോപ്പ് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും ഒനിയനും കൂടി ആഡ് ചെയ്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അധിക നേരം വഴറ്റണ്ട കേട്ടോ. ആ പച്ചപ്പ് ഒന്നങ്ങ് മാറി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 3 സോസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ സോയാ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓരോന്നും ഏകദേശം 1.5 ടേബിൾ സ്പൂൺ വീതം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോസ് ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർക്കാം കേട്ടോ. കാരണം സോയാ സോസിലൊക്കെ സോൾട്ടിൻ്റെ കണ്ടന്റ് ഉണ്ട്. ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഗ്രേവി ഒന്ന് തിക്കാക്കാനായിട്ട് 1 സ്പൂൺ കോൺഫ്ലോറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ചില്ലി റെഡിയായി വരുന്നുണ്ട്. നല്ല കളർഫുൾ ആണല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചില്ലി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞങ്ങളിവിടെ ഗീ റൈസിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. ചപ്പാത്തി, റൊട്ടി ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻസിലൂടെയൊക്കെ അറിയിക്കുക. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. താങ്ക്